റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ തലസ്ഥാനമായ കീവിലേക്ക് ചില മിസൈലുകളും അമിതമായ ഡ്രോണുകളും അയക്കുന്നു. എത്തിയ ഈ ഡ്രോണുകളിൽ ചിലതിനെ ഇലക്ട്രോണിക് രീതിയിൽ ജാം ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യാനും ഉക്രൈൻ ശ്രമിച്ചു. നിലവിൽ ലഭ്യമാകുന്ന റഷ്യൻ ഡ്രോണുകൾ ഷാഹിദ് പതിപ്പായിക്കോട്ടെ അല്ലെങ്കിൽ റഷ്യയുടെ കൈവശമുള്ള ജെറൈൻ വേർഷൻ ആയിക്കോട്ടെ, ഇവയൊന്നും ഇലക്ട്രോണിക് രീതിയിൽ ജാം ചെയ്യാനേ സാധിച്ചിട്ടില്ല. അപ്പോ അതിനും മാത്രം അതിൽ എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്? അതിൽ റഷ്യ എന്തെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാനായി, ഈ ഡ്രോണുകളെ അനലൈസ് ചെയ്യാനായി അതിനെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് അവർക്കൊരു വലിയ ഞെട്ടലുണ്ടായത്. കാരണം മെയ്ഡ് ഇൻ ഇന്ത്യ ലേബലിലുള്ള ചില സ്പെയർ പാർട്സ് ആ ഡ്രോണിൽ അവർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇന്ത്യ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആയുധങ്ങൾക്ക് ആവശ്യമായ ചില സ്പെയർ പാർട്സ് നൽകിയിട്ടുണ്ടോ? ഈ ഒരു സംശയമാണ് ഉക്രൈൻ ഉയർന്നു വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അവർ എടുക്കുമ്പോഴാണ് ഉക്രൈന് നിരവധി വസ്തുതകൾ കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും ഇതിൽ പങ്കാളിയാണോ എന്നുള്ള ശക്തമായ സംശയം നിങ്ങൾക്ക് ഉണ്ടാകാം. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യൻ ഡ്രോണുകൾ ഉക്രൈൻ തലസ്ഥാനത്തെ കൂടുതലായും ആക്രമിച്ചത് ജൂലൈ മാസത്തിൽ മാത്രം 300-ലധികം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ശരാശരി റഷ്യ ഉക്രൈന്റെ തലസ്ഥാനത്തേക്ക് പ്രതിദിനം 15 മുതൽ 28 ഡ്രോണുകൾ അയക്കുന്നുണ്ട്. കീവ് എന്ന ഈ ഒരു പ്രദേശത്തെ നോക്കി റഷ്യയെ കൊണ്ട് ഇത്രയധികം ഡ്രോണുകൾ അയച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കൂടുതൽ വരുന്ന ഡ്രോണുകൾ ഒരു ഘട്ടത്തിന് ശേഷം ഉക്രൈനെ കൊണ്ട് നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല. ഉക്രൈൻ ഇതിന് പറയുന്ന കാരണം റഷ്യ ഇലക്ട്രോണിക് ജാമിങ്ങിന് പ്രതിരോധ ശേഷിയുള്ള ഡ്രോണുകളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോണുകളുടെ കൂട്ടം വൻ തോതിൽ എത്തുമ്പോൾ എത്ര ആന്റി ഡ്രോൺ ജാമിംഗ് യൂണിറ്റുകൾ വിക്ഷേപിച്ചാൽ പോലും, കൗണ്ടർ ഡ്രോൺ നടപടികൾ ഇവിടെ സ്വീകരിച്ചാൽ പോലും അവയൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഉക്രൈൻ പറയുന്നത്. അപ്പോൾ ഉക്രൈനിൽ വെച്ച് റഷ്യൻ മെയ്ഡ് ഡ്രോൺസിനുള്ളിൽ ഇന്ത്യയുടെ സ്പെയർ പാർട്സ് കണ്ടെത്തിയിട്ടുള്ളത് ഏത് തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അവിടെ സൃഷ്ടിക്കുക? ആ സ്പെയർ പാർട്സ് നിർമ്മിച്ചത് ആരാണ്? ഈ സ്പേസ് കാരണം ഡ്രോണിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇതെല്ലാം ഒരു വ്യക്തമായ ടൈം ലൈനോടുകൂടി നമുക്കറിയണം. ഇപ്പൊ റഷ്യൻ ഡ്രോൺസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വസ്തുക്കൾ ഇന്ത്യൻ മെയ്ഡ് വസ്തുക്കൾ എന്ന് പറയപ്പെടുന്നത് ഹൈ പവർ ട്രാൻസ്ഫോമേഴ്സ്, അതിനാവശ്യമായ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ, ഉപഗ്രഹ ആശയവിനിമയത്തിന് ആവശ്യമായ നെറ്റ്വർക്ക് മോഡലുകൾ, മൈക്രോ ചിപ്പുകൾ, സെമി കണ്ടക്ടറുകൾ, ഇങ്ങനെ ഈ ഡ്രോണിന്റെ ആശയവിനിമയത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളിൽ 18-ലധികവും ഇന്ത്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുമെല്ലാം ഇന്ത്യൻ നിർമ്മിതമാണ്. അപ്പോൾ ആരാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം നൽകിയത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഡയറക്റ്റ് ഇവിടുന്ന് ഒരു കമ്പനി നിർമ്മിച്ച് റഷ്യക്ക് വിതരണം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം ആരാണ് നിർമ്മിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ 2 പ്രധാന കമ്പനികളുടെ പേരാണ് വരുന്നത്. ഒന്നാമത്തേത് വിഷയ് ഇന്ത്യ ടെക്നോളജി, മറ്റൊന്ന് RR സെമി കണ്ടക്ടേഴ്സ്. ഇവ രണ്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനികളാണ്. പക്ഷെ ഇത് അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള കമ്പനികളാണ്. ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ ഇവർക്ക് ശാഖകളുണ്ട്. അതുപോലെ ഇന്ത്യയിലും ചില നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പവർ ട്രാൻസ്ഫോമർ സൃഷ്ടിക്കുക, പവർ സപ്ലൈ യൂണിറ്റ് സൃഷ്ടിക്കുക, ഇങ്ങനെ ഈ ഡ്രോൺ പവർ മൊഡ്യൂളുകളിൽ ഇവർക്ക് കൂടുതൽ പ്രൊഡക്ഷൻ തന്നെയുണ്ട്. ഇന്ത്യക്കും സമാനമായ ചില ഉൽപ്പന്നങ്ങൾ ഇവർ നൽകിയിട്ടുമുണ്ട്. ഈ RR സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. സെമി കണ്ടക്ടറുകൾ ഇറക്കുമതി ചെയ്യുകയും അതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും വിദേശ രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത്. ഇപ്പോൾ ഈ 2 പേർക്കും റഷ്യൻ ഡ്രോൺസിനും എന്താണ് ബന്ധം? കാരണം ഇന്റർനാഷണൽ ലോ അനുസരിച്ച് റഷ്യക്ക് ഡുവൽ യൂസ്ഡ് ഗുഡ്സ്, അതായത് ഈ സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും, ചില വാഷിംഗ് മെഷീൻസിൽ ഉപയോഗിക്കാൻ സാധിക്കും, TV-യിൽ ഉപയോഗിക്കാൻ കഴിയും, അത് തന്നെ ഒരു മിസൈലിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരം ഗുഡ്സ് ഒക്കെ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ വിവിധ നിയന്ത്രണങ്ങളുണ്ട്. അതിനാൽ ഇന്ത്യൻ കമ്പനികൾക്ക് റഷ്യയുമായി നേരിട്ടൊരു ആശയവിനിമയം നടത്താൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇത് മാത്രം എങ്ങനെ അവരെ കൊണ്ട് റഷ്യയിലേക്ക് അയക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇതിന്റെ അന്വേഷണം ഉക്രൈൻ നടത്തിയിട്ടുണ്ട്. അവർ ഇന്ത്യയുടെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിന് ലളിതമായ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇത് ചെയ്തത്? നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് നേരിട്ട് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടേയില്ല. അപ്പോൾ ഇതിവിടെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയല്ല. സത്യത്തിൽ ഉക്രൈൻ ചെയ്ത സ്റ്റഡിയിൽ ഒരുപാട് തെളിവുകളും ലഭിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ റൂൾ അത്രത്തോളം ഒക്കെ ടഫാണ്. പോയിന്റ് A, ഇന്ത്യയിൽ നിന്നും തിരിക്കുന്ന ഈ വസ്തുക്കൾ നേരിട്ട് പോയിന്റ് Bയിലേക്ക് റഷ്യയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനവിടെ ബ്ലാക്ക് മാർക്കറ്റ് ആക്സസ് ചെയ്യണം. ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം ലംഘിക്കണം. ഈ ഉപരോധം ലംഘിക്കുന്നതിന് മുൻപ് ഈ സാങ്ഷൻസിനെ കുറിച്ചൊരല്പം മനസ്സിലാക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അതെങ്ങനെ വർക്കാകുന്നു എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, G7 കൺട്രീസ് ഇവരെല്ലാവരും ചേർന്ന് റഷ്യക്ക് നൽകിയ ഒരു സാമ്പത്തിക ഉപരോധം എന്നത് മിലിറ്ററി ഗ്രേഡ് ചിപ്സ്, മിലിറ്ററി ഗ്രേഡ് സെമി കണ്ടക്ടേഴ്സ്, ഡുവൽ യൂസ്ഡ് ഗുഡ്സ് ഇവയൊക്കെ നേരിട്ട് റഷ്യക്ക് നൽകാൻ പാടില്ല എന്നാണ്. അപ്പോൾ റഷ്യക്ക് ഇലക്ട്രോണിക് കോമ്പണൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ
ലൈസൻസ് ഉള്ള ചില വ്യക്തികൾക്ക് മാത്രമേ പരിമിതമായ സ്റ്റോക്കുകൾ റഷ്യയിലേക്ക് അയക്കാൻ അനുവാദമുള്ളൂ. ഇന്ത്യയിലെ മിക്ക കമ്പനികൾക്കും ഈ ഒരു അനുവാദം ഇല്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ സാങ്ഷൻ എന്താകും? ഇവിടെ നേരിട്ട് ഏതൊരു മിലിറ്ററി ഗ്രേഡ് ചിപ്സ് അല്ലെങ്കിൽ ഡുവൽ യൂസ് ഗുഡ്സും റഷ്യക്ക് നൽകാൻ പാടില്ല. അപ്പോ ഇതിനെ ബൈപാസ് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഈ സാങ്ഷൻസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ പക്കൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ലൈസൻസ് ഉള്ള വ്യക്തികൾ വഴി ഒന്നുകിൽ റഷ്യയിലേക്ക് പുഷ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായുള്ള കാര്യം, മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. അതായത് കേരളത്തിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ അത് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് പോവുകയാണ്. ഞാൻ രജിസ്റ്റർ ചെയ്ത എൻ്റെ കമ്പനിയിൽ നിന്നും ഞാൻ ദുബായിലുള്ള എൻ്റെ കസ്റ്റമർക്ക് പോകുന്നു. അതാണ് ബിസിനസ്. എന്നാൽ അവിടെയുള്ളവർ എൻ്റെ പക്കൽ നിന്നും സോഴ്സ് ചെയ്യുന്ന ആ ഒരു വസ്തു അവിടെയുള്ള പല കസ്റ്റമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ പക്കൽ നിന്നും ഇവർ ബൾക്കായിട്ട് വാങ്ങി മറ്റ് കമ്പനികൾക്ക് അവർ നൽകും. അപ്പോൾ നമുക്കും ദുബായ് കമ്പനിക്കും ഇടയിലുണ്ടായിരുന്ന ആ ഒരു ബിസിനസ് അതോടുകൂടി അവസാനിച്ചു. എന്നാൽ അവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് അത് അയക്കുമ്പോൾ ചെറിയ ചെറിയ പാർസലായി വിഭജിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളിലേക്ക് പോകുമ്പോൾ അതിനെ ട്രാക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സോഴ്സ് സപ്ലൈസിൽ നിന്നും ചെറിയ ചെറിയ മൈക്രോ സപ്ലൈസിന് സപ്ലൈ ആകുമ്പോൾ അത് അത്ര പെട്ടെന്ന് ഈസിയായി ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അത്ര വലിയ നെറ്റ്വർക്കിനുള്ളിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഈ ദുബായിലുള്ള ആ ഒരു റിസീവർ എൻ്റെ പക്കൽ നിന്നും ആ വസ്തു വാങ്ങിയ ആ ഒരു വ്യക്തി അർമേനിയയിലേക്കോ അല്ലെങ്കിൽ തുർക്കിയിലെ മറ്റൊരു സപ്ലൈയിലേക്കോ അയക്കുന്നു. ഇത് ലീഗലായി നടക്കുന്നില്ല, ഇല്ലീഗലായിട്ടായിരിക്കും സംഭവിക്കുക. അടുത്ത് തുർക്കിയിൽ നിന്നും റഷ്യയിലേക്ക് പോകും. ബ്ലാക്ക് മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ തന്നെ പല തരത്തിലുള്ള നെറ്റ്വർക്ക്സ് ഉണ്ട്. അവർക്ക് പ്രത്യേകം എയർ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ നിരവധി നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഇവർ വഴി ഡയറക്റ്റ് റഷ്യയിലുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ ദുബായിലേക്ക് പോകുന്നവരെയും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഉള്ളത് ഷാഡോ ഫ്ലീറ്റ് ആണ്. കൂടാതെ ഇതിനെ ഡുവൽ ടെക് ട്രാൻസ്ഫർ എന്നും പറയും. ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് അയച്ചാണ് ഈ ഒരു ബിസിനസ് എല്ലാം ചെയ്യുന്നത്. അടുത്ത മൂന്നാമതുള്ളത് ചൈന ആക്സസ് ചെയ്യുക. കാരണം ഇല്ലീഗൽ ഷിപ്പിംഗ് ട്രേഡിനെ സംബന്ധിച്ച് ചൈന, മലേഷ്യ, കംബോഡിയ, വിയറ്റ്നാം ഈ രാജ്യങ്ങളിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. ഇത് പുറം രാജ്യത്തിന് അറിയാമെങ്കിൽ പോലും അറിയാത്തതുപോലെയൊക്കെ ഇരിക്കും. കാരണം അത്രത്തോളം അതുവഴി ലഭിക്കുന്ന വരുമാനവും ലാഭവും അധികമാണ്. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങൾക്ക് ഇതുപോലൊരു പാർസൽ ഇന്ത്യയിൽ നിന്നും എയർലിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കപ്പലുകൾ വഴി അയക്കുന്നു. ആ സമയത്ത് ദുബായിലേക്ക് അയച്ചപ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്നമാണോ ഉണ്ടാവുക അതൊന്നും ഇവിടെ സംഭവിക്കില്ല. കാരണം ദുബായിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നും 2-3 കൈകളിലേക്ക് മാറി മാത്രമേ റഷ്യയിലേക്ക് പോവുകയുള്ളൂ. എന്നാൽ അതേസമയം ഇവിടെ മലേഷ്യയിലേക്ക് അയക്കുകയാണ് അല്ലെങ്കിൽ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്ക് അയക്കുമ്പോൾ അവിടെ നിന്നും വളരെ എളുപ്പത്തിൽ ഈസിയസ്റ്റ് റൂട്ടിലൂടെ തന്നെ അവർക്ക് റഷ്യ ആക്സസ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഒരു റീജിയണിൽ അമേരിക്കയ്ക്കുള്ള പാട്രോൾ പവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ആക്സസ് മറ്റ് പ്രദേശങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഒരു പക്ഷെ പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കിയാൽ ഈ 2 വഴിയിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കണം ഇന്ത്യയുടെ ഗുഡ്സ് അങ്ങോട്ടേക്ക് പോയത്. ഇത് ഇല്ലീഗൽ അല്ലേ? ഇതിനെ ആരെ കൊണ്ട് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ചോദിച്ചാൽ നേരിട്ട് ഞാൻ ഒരു സപ്ലയറിലേക്ക് ലീഗലായി നൽകുകയാണ്. അതോടുകൂടി എൻ്റെ ബിസിനസ് അവസാനിച്ചു. പിന്നീട് അത് എവിടേക്ക് പോകുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ ജോലിയല്ല. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇക്കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്യും. ഞാൻ ശരിയായ കസ്റ്റമർക്കാണ് നൽകിയത്, ഇതിനുശേഷം ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്നുള്ളത് പറയും. അപ്പോൾ ഇന്ത്യക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം എന്ന് ചോദിക്കാം. ഇതിനകം തന്നെ ട്രേഡ് വാർ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വാറുമായി ചേർത്ത് ഇതിനെയും ഒരു പ്രശ്നമാക്കി കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ ഇത് വലുതാകാനൊന്നും സാധ്യതയില്ല. കാരണം ഇതിനകം തന്നെ അമേരിക്കയുടെ സ്പെയർ, ജർമ്മനിയുടെ സ്പെയർ, UK സ്പെയർ, ഫ്രാൻസിന്റെ സ്പെയർ പാർട്സ് ഇതെല്ലാം റഷ്യയുടെ മിസൈൽസിൽ പോലും ഉണ്ട്. നമ്മുടെ സ്പെയർ പാർട്സ് ചെറിയ ഡ്രോണിൽ മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്കാം. എന്നാൽ റഷ്യയുടെ മിസൈൽസിൽ പോലും ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം സ്പെയർ പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഉക്രൈൻ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. 2022 മുൻപ് വാങ്ങിയ സ്പെയർ പാർട്സ് ആയിരിക്കാം എന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാം. അതായിരിക്കാം ഒരു പക്ഷെ റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മറുപടി പറയാം. ഡിസംബർ മാസത്തിൽ റഷ്യയുടെ ഒരു മിസൈലിൽ നിന്നും ഉക്രൈൻ റിട്രീവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ രീതിയിൽ ഫയലായ കാര്യം പോലുമാണ്. അപ്പോൾ ഇവിടെ ഡുവൽ യൂസ് ഗുഡ്സ് ഉപയോഗിച്ച് അത്ര വലിയൊരു ഗെയിം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ അവരുടെ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിച്ച് വളരെ ക്ലിയർ ആയി തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് പുറത്തു വന്ന ആ ഒരു സമയം അത് മോശമായ സമയം. കാരണം ഉക്രൈനും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒക്കെ അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഷാഡോ ഫ്ലീറ്റിലൂടെ ഇങ്ങനെ എല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നൊക്കെ അറിയാം. എന്നാൽ ട്രേഡ് വാർ സംഭവിക്കുന്ന സമയത്ത് ഉക്രൈൻ ഇങ്ങനൊരു തീപ്പോരി എടുത്തിട്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള കോൺട്രവേഴ്സിയിലേക്ക് ഉണ്ടാക്കുമെന്ന് അറിയില്ല. പക്ഷെ നമുക്കിവിടെ ആരും അങ്ങനെ കുറ്റം പറയാനും സാധിക്കില്ല. നേരിട്ട് ഒരു പക്ഷേ അമേരിക്ക ഇതിനെ വെച്ചൊരു കുറ്റാരോപണം നടത്താം. നിങ്ങൾ റഷ്യക്ക് നേരിട്ട് വെപ്പൺസ് ഒക്കെ നൽകി, റഷ്യക്ക് പ്രധാനപ്പെട്ട കോമ്പണൻസ് നൽകി എന്നൊക്കെ അമേരിക്ക പറയാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസ് ഓവിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.